നദീറ എ പി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നദീറ എ പി, ഇപ്പോൾ സ്റ്റേഡിയം പരിസരം പൂർണ്ണമായും വിജനമായിട്ടുണ്ടാവും. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? എങ്ങനെയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും അധികം ആളുകൾ അവിടെ തിക്കിത്തിരക്കി എത്തിയത്? ഇത് പോലീസ് സംവിധാനവും സർക്കാർ ഏജൻസികളും അറിയാതെ പോയതാണോ? വലിയ സുരക്ഷാ വീഴ്ചയല്ലേ ഉണ്ടായത്? അരുൺകുമാർ, വലിയ സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ പോരാ. അനാസ്ഥ, സർക്കാരിൻ്റെയും പോലീസിൻ്റെയും അനാസ്ഥ കാരണം 11 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. 18 വർഷത്തിന് ശേഷം കപ്പുമായി ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ടീം ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായത്, അത് സ്വീകരിക്കാൻ വന്ന ആളുകൾ, അത് കാണാൻ വന്ന ആളുകൾ, കളിക്കാരെ കാണാൻ വന്ന ആളുകൾ എല്ലാവരും തിക്കിത്തിരക്കി ഒരു പ്രദേശത്തേക്ക് ഒരുമിച്ച് കൂടി ചെന്നപ്പോൾ ഉണ്ടായ ദുരന്തം, അത് വലിയ ഒരു ദാരുണാന്ത്യത്തിൽ, 11 പേരുടെ ദാരുണാന്ത്യത്തിൽ കലാശിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ RCB ടീമിന് സ്വീകരണം നൽകിയിരുന്ന ചിന്നസ്വാമി ഗേറ്റിന് അടുത്ത്, സ്റ്റേഡിയത്തിനടുത്തുള്ള ഗേറ്റിനടുത്താണ്. ഇവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നത്. ഇവിടെയാണ് വലിയ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. ഇവിടെ വെച്ചാണ് ആളുകളെ വലിയ രീതിയിൽ ലാത്തിച്ചാർജ് നടത്തുകയും പോലീസ് ഓടിക്കുകയും ചെയ്തപ്പോൾ ആളുകൾക്ക് തിക്കിത്തിരക്കി ഓടേണ്ടി വന്നത്. അകത്തു നടന്ന പ്രശ്നം പുറത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. പോലീസ് പരക്കെ ആളുകളെ ഓടിക്കുകയായിരുന്നു. ഇതാ നമുക്ക് കാണാം, ഇവിടെയൊക്കെ ബാരിക്കേഡ് കെട്ടിക്കൂടി ആളുകളെ തടഞ്ഞു നിർത്തുകയും കൂടെ ചെയ്തു. കാരണം ടിക്കറ്റ് ഇല്ലാതെ പുറത്തു നിന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. അവർക്ക് എപ്പോഴെങ്കിലും അകത്തേക്ക് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയായിരുന്നു. കാരണം വിരാട് കോഹ്ലിയും ടീമുമൊക്കെ എത്താൻ വീണ്ടും സമയമുണ്ടായിരുന്നു. പോലീസ് കടത്തിവിടുമെന്ന് വിചാരിച്ചാണ് അവർ ഇവിടെ നിലയുറപ്പിച്ചത്. ഇപ്പോൾ അവർക്ക് സംഭവിച്ചത്, അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ചെരുപ്പുകളൊക്കെ കണ്ടില്ലേ ഇവിടെ കിടക്കുന്നത്. കുറേ ചെരുപ്പുകൾ പോലീസ് എടുത്തു മാറ്റിക്കളഞ്ഞു. ഇവിടെ നിറയെ ചെരുപ്പുകളായിരുന്നു. കാരണം പ്രാണരക്ഷാർത്ഥം എല്ലാവരും ഓടുകയായിരുന്നു. പലർക്കും ഈ ഓടലിലാണ് വീണ് പരിക്കേറ്റതും. പലരും അവരുടെ മുകളിലൂടെയൊക്കെ പോയി മറിഞ്ഞ് കടന്നു പോയപ്പോഴാണ് ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഈ പ്രദേശമാകെ വിജനമായി കഴിഞ്ഞു. പോലീസ് പലയിടങ്ങളിലും ഈ BBMP ഒക്കെ വന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഴുക്കുകളൊക്കെ നീക്കം ചെയ്യുകയാണ്, ചെരുപ്പുകളൊക്കെ നീക്കം ചെയ്യുകയാണ്. ഇപ്പോഴും പ്രദേശത്തെ അപ്പുറത്തെ സൈഡിലൊക്കെ വലിയ രീതിയിൽ ഈ ആരാധകർ അങ്ങനെ തന്നെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. വീട്ടിൽ പോകാതെ പോലീസ് അവരെ ഓടിച്ച് വിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദാരുണമായ സംഭവം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഒരു ആഘോഷ പരിപാടിയായി മാറേണ്ട സംഭവമാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനം ഏറ്റുവാങ്ങുകയാണ്. കാരണം ഇങ്ങനെ ഒരു പരിപാടി തട്ടിക്കൂട്ടി സംഘടിപ്പിക്കുമ്പോൾ അതിന് വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ വേണ്ടെന്ന് വെക്കണമായിരുന്നു. ഇത്രയും ആളുകൾ വരുന്ന സ്ഥലം, ഇത്രയും പ്രശ്നമുണ്ടാകുന്ന സ്ഥലം എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ പോലീസ് നൽകിയിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാടികൾ നടത്തുകയാണ് ചെയ്തത്. വിരാട് കോഹ്ലി ധരിച്ച ജേഴ്സിയുടെ സമാനമായ ജേഴ്സി അടക്കം അവിടെ വീണ് കിടക്കുന്നത് കാണാം. ഇതിലൊക്കെ പരിക്കേറ്റവരും ജീവൻ നഷ്ടപ്പെട്ടു പോയവരും ഒക്കെ ഇവിടെയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നിരിക്കണം അല്ലേ? തീർച്ചയായും ഇവിടെ നിന്നൊക്കെയാണ് ആളുകളെ എടുത്തുകൊണ്ടുപോയത്. നമ്മൾ കണ്ടില്ലേ ദൃശ്യങ്ങളിൽ, ഒരാൾക്ക് നെഞ്ചിൽ തടവി പ്രഥമ ശുശ്രൂഷ നൽകി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന